The Grand Magical Circus. നമ്മുടെ ഇന്നത്തെ സെലിബ്രിറ്റി ഗസ്റ്റ് ചാന്ദിനിയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ചാന്ദിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് മുകേഷിൻ്റെയും താനിയുടെയും ആണെന്ന്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അവർ തിരക്കൊക്കെ മാറ്റി വെച്ച് വീണ്ടും നമ്മുടെ ഗ്രാൻഡ് മാജിക്കൽ സർക്കസിൻ്റെ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ്. അപ്പോൾ എന്തായാലും അവരെന്താണ് ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. നമുക്ക് അവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയാണ്. താനിയും മുകേഷും എത്തിക്കഴിഞ്ഞാൽ സംഭവം കീചകൻ മരിക്കും. അതെ അതെ. അപ്പോൾ മുകേഷും താനിയും ഗ്യാരണ്ടി ആർട്ടിസ്റ്റുകളാണ്. അപ്പോൾ എവിടെ എത്തിയാലും അവിടം വിഷ്ണുലോകമാക്കി മാറ്റുന്ന ടീമാണ്. തകർക്കും, അത് ഗ്യാരണ്ടി. സോ വെൽക്കം മുകേഷ് ആൻഡ് താനിയ. आवाज है तुम सुनने तो आओ कभी छू कर तुम्हें खिल जाएंगी घर इनको बुलाओ कभी बेकरार है बात करने को कहने दो इनको जरा जहाँ से ज़माने को गुज़रे ज़माना हुआ मेरा समय तो वहीं पे ठहरा हुआ बताऊं तुम्हें क्या मेरे साथ क्या क्या एक साज है तुम तुमको हिलाओ जरा खामोशियाँ अल्फाज हैं कभी आ गुनगुना ले जरा बेकरार है बात करने को कहने दो इनको जरा खिली चांदनी में छिपी लाख खामोशियाँ അശാനെ നാളത്തോണ്ട് പണിയാണ് തീരുമല്ലോ. നാളെ കൊണ്ട് പണി തരൂ. പിന്നെ മറ്റന്നാൾ നീ എവിടെ പോവാ? പെട്ടെന്ന് തീർക്കണ്ട, പതുക്കെ പോയാൽ മറ്റന്നാളോടെ പണി ചെയ്യാം. നാളെ കൊണ്ട് തീർക്കാൻ നടക്കുന്നു.
അതെ അകത്തെ ശകലം പുട്ടിയിട്ട് പണിഞ്ഞോട്ടെ എന്ന് ചോദിക്കാൻ വന്നതാണ്. ഓ ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അതെ അതെ, നിങ്ങൾ പടം വരയ്ക്കോ? പടം വരയ്ക്കോ? പടം വരയ്ക്കുമെന്നോ? ഇത് ആരാന്നറിയാവോ? വീരവർമ്മ, രവിവർമ്മ, പഴയ രവിവർമ്മ. ഞാൻ വീരവർമ്മ എന്ന് വിചാരിച്ചപ്പോ വയർ അങ്ങനെ ഇരിക്കുന്നോണ്ട് അതായിരിക്കും റീസൺ. അത് വിരയുടെ അല്ല, അത് കുക്കാപ്പുഴുവിന്റെയാണ്. ആശ ബസ്സേ പടം വരച്ച് കണ്ടിട്ടുണ്ടോ? ബസ്സിൽ പടം വരയ്ക്കൂ? ബസ്സിലോ ട്രെയിനിന്റെ ബാത്റൂമിൽ വരെ പടം വരയ്ക്കും. എന്നിട്ട് പെണ്ണങ്ങളുടെ ഫോൺ നമ്പർ എഴുതി വെക്കും. ഇല്ല ആശാനെ, കാക്കനാട് പോകണമെന്ന ഒരു ബസ്സുണ്ട്, ടൂറിസ്റ്റ് ബസ്. അതിന്റെ സൈഡില് ഒരു സിംഹത്തിന്റെ പടം വരച്ചു വെച്ചിട്ടുണ്ട്. ആണോ? കാണണം. ഏറുകൊണ്ട പട്ടി ഇരിക്കണ പോലെ. കുട്ടച്ചാ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത്? ഇങ്ങനെ പൊക്കി പറയരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? അച്ഛനെ ഞാൻ എവിടെയാലും പറയാം, നാട്ടുകാർ അറിയണ്ടേ. മറ്റേ ലോറി പടം വരയ്ക്കും. ആ നമ്മുടെ ചാണ്ടി മുതലാളിയില്ലേ, 201 ലോറി. 201 ലോറി വേണം നമ്മുടെ ചാണ്ടിമല. അതിൽ പടം വരച്ചാണ് മുഴുവൻ ആശാന. എല്ലാം. അയ്യോ, ഉയ്യോ. അതിനകത്തൊരു പടമുണ്ട്. ഒരു മുക്കുവൻ വലയെറിയുന്നതിന്റെ കണ്ണാടിയൊക്കെ വെച്ചിട്ട്. അത് ഉഗ്രം പടമാട്ടോ. നിക്കറൊക്കെ ഇട്ട് കണ്ണാടിയൊക്കെ ഇട്ടിട്ട്. ഏത് പടം? ഒരു മുക്കുവൻ ഇങ്ങനെ കടലിൽ ഈ വലയെറിയുന്ന പടം. ഞാനും കണ്ടിട്ടുണ്ട്. ഇല്ലേ? അടിപൊളിയാ അത്. അടിപൊളിയല്ലേ? സൂപ്പറാണ്, സൂപ്പറാണ്. എന്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത പടം ആശാനെ അത്. ഒരു ഞാൻ രക്ഷയില്ല. മുക്കവും വല വീശുന്ന പടം ഞാൻ വരച്ചു. കണ്ണാടിയൊക്കെ ഇട്ട് കറുത്ത നിക്കറൊക്കെ ഇട്ടിട്ട്. അയ്യോ, അത് മുക്കവും വല വീശുന്ന പടമല്ലേ? സ്ഫടികത്തിൽ മോഹൻലാൽ മുണ്ട് പറിച്ചിങ്ങനെ എറിയുന്ന പടമാണ്. അതെ അതെ അതെ. അങ്ങനെ എത്രയെത്ര സൃഷ്ടികൾ എത്രയെത്ര ജില്ലകളിൽ. കഴിഞ്ഞ ദിവസം ഒരു പെണ്ണുമ്പിള്ള ആശാന്റെ വീട്ടിൽ വന്നായിരുന്നു. എന്തിന്? ആശാന്റെ ഒരു സൃഷ്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞോണ്ട്. ഇല്ല ആശാനെ, ഞാനില്ലേ? എന്റെ ആശാനെ ഒരു സെക്കൻഡ്. ഹലോ, വിമൻസ് കോളേജിൽ നിന്നോ? ഒരു മാസത്തെ എങ്ങനെയാ? 1500 രൂപയോ? ആ ഞങ്ങള് ഇപ്പൊ തന്നെ വിളിക്കാം, ഇപ്പൊ തന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ, വരാം വരാം, അങ്ങോട്ട് വരാം. ആശാനെ അതെ, വിമൻസ് കോളേജിൽ നിന്ന് വിളിക്കുന്നേ. എന്തിന്? ഒരു മാസത്തെ പണി ഉണ്ടെന്നാ പറഞ്ഞത്. പണിയുണ്ടോ? 1500 രൂപ വെച്ച് തരുവും ചെയ്യും. ഞാൻ വരാന്ന് പറ. വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ തന്നെ വരാന്ന് പറയാം. പക്ഷെ ഇവിടുത്തെ പണിയോ? അതൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞു ഒഴിവാക്കി. ആശാ എന്തെങ്കിലും പറ. ആ പറഞ്ഞു. നീ കൂടെ നിന്നാ മതി. എന്താ ഒരു ഡിസ്കഷൻ? ഹലോ, അതെ, ഞങ്ങൾ ഇവിടെ പണിയൊക്കെ ചെയ്തു. പക്ഷെ ഞങ്ങളുടെ കൂലിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞില്ല. എന്താ പറയ്? ഞങ്ങൾക്ക് ഒരാൾക്ക് ഒരു ദിവസം 3000 രൂപ വെച്ച്. 3000 രൂപയോ? അതാണ് ഞങ്ങളുടെ പുതിയ പേയ്മെന്റ്. ഇങ്ങനെയാണ്. 800 രൂപയല്ലേ ഉള്ളൂ സാധാരണ. 800 രൂപയ്ക്ക് അതൊക്കെ പണ്ട് ജൂനിയർ രവിവർമ്മ പെയിന്റ് ചെയ്യണം നിങ്ങളുടെ വീട്ടിലല്ലേ? 800 രൂപയ്ക്ക് 3000 രൂപയ്ക്കൊന്നും ഒരു രക്ഷയില്ല ഏട്ടാ. 3000 രൂപയ്ക്ക് പറ്റില്ല. We are പറ്റില്ല? very ഇല്ല. sorry. പറ്റില്ല, ഒരിക്കലും ഇല്ല. എന്നാ പിന്നെ അത് നടക്കുന്നു. നിങ്ങൾ വേറെ ആരാ പിടിച്ച് ചെയ്തു? ഞങ്ങൾക്ക് വിഷയമില്ല. അതെ, ഈ പകുതി പണി ചെയ്തു വെച്ചിട്ടാണോ പോകുന്നേ? നിങ്ങൾ ആരെയും വിളിച്ച് പണി ചെയ്യിച്ചോളൂ. നിങ്ങളെപ്പോലുള്ള പൂർഷകളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. എന്താ? 800 കൊടുവായിക്ക് പണിയിപ്പിക്കാൻ വന്നേക്കുന്നു. ആശാനെ പോവല്ലേ? കോളേജിൽ നിന്ന് ഫോൺ വന്നു. എടുക്കുന്നത്. ഹലോ, ഞങ്ങളവിടെ എത്തി. ഇവിടെ കോളേജിന്റെ പടിക്ക് ചെന്നു പറ. ഞങ്ങൾ കോളേജിനെ പഠിക്ക് ചെന്നത് പടിയിലേക്ക് കാലെടുത്ത് നിങ്ങൾ വെച്ചു. വെക്കണ്ടെന്നോ? നമ്മളോട് വരണ്ടെന്ന്. അതെന്നാ പറ്റി? അയ്യോ, ആശാനം പണി കിട്ടി. പണി കിട്ടി പോയി ചെയ്യാം. അതിനല്ലേ നീ പറഞ്ഞത്? അതല്ല, നീ 8ന് പണി കിട്ടിയെന്ന്. ഒരു മാസം പണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 8 ദിവസം പണിയുള്ളൂ. ആശാനെ അതല്ല പറഞ്ഞത്. ഏതല്ല? നമ്മുടെ അവിടുത്തെ പണി പോയിന്ന്. എങ്ങനെ? ആ പണി ശശിക്ക് കൊടുത്തു. നമ്മൾ നേരത്തെ അല്ലാത്തതിന്റെ പേരില്. ശശിക്കോ? ഈശ്വര, അവനല്ല ശശി, ഇപ്പൊ നമ്മളാ ശശി ആയത്. ഇനിയിപ്പോ ഇവിടുത്തെ പണിയുടെ കാര്യം എങ്ങനെയാണ്? ആശാൻ എങ്ങനെ പറഞ്ഞു മേടിയിര്. സാറേ, സാറേ, ആര്? സാറിന് നേരത്തെ അങ്ങനെ അല്ലല്ലോ വിളിച്ചത്. അല്ല, ബൂർഷ്വ എന്നൊക്കെ അല്ലേ വിളിച്ചിട്ട് പോയത്? ബൂർഷയെന്നോ? ബൂർഷയുടെ മുമ്പിൽ മുട്ട് മടക്കില്ല എന്നും പറഞ്ഞു. അങ്ങനെ വിളിച്ചായിരുന്നു. അല്ല, ഞാൻ ബൂർഷയെന്നല്ല വിളിച്ചത്. പിന്നെ ജോഷുവ എന്നാ വിളിച്ചത്. സാറിന്റെ പേര് ജോഷുവ? എന്റെ പേര് കലേഷ് എന്നാ. ജോഷുവ എന്നല്ല, ബൂർഷ്വ എന്നാ. എനിക്ക് കൃത്യമായിട്ട് അറിയാം. മുട്ട് മടക്കില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? മുട്ട് നടക്കില്ല എന്ന് പറഞ്ഞത് സത്യമാണ്. അതായത് ഞാൻ ഈയിടെ ബൈക്കിൽ നിന്ന് വീണായിരുന്നു. മുട്ടും കുത്തിയാ വീണത്. ഇപ്പൊ ഇവിടെ കമ്പി ഇട്ടേക്കോ. അങ്ങനെ മുട്ട് മടക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ ഞങ്ങൾ പോയി പണി ചെയ്തോട്ടെ. എങ്ങനെ? പിന്നെ ഞങ്ങൾ പോയി ബാക്കി പണി ചെയ്തോട്ടെ. എടോ, നിങ്ങൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് 3000 രൂപ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ശശിയെ വിളിച്ച് പണി ഏൽപ്പിച്ചല്ലോ. ഫിക്സ് ചെയ്തു. അവൾ ഫിക്സ് ചെയ്തു. പടം വരയ്ക്കാനുള്ള പണിയും ശശിക്ക് കൊടുത്തു. എല്ലാം കൊടുത്തു. അതും ശശിക്ക് കൊടുത്തു. എന്തൊരു കഷ്ടമാണെന്ന് പറയുന്നത്. തങ്കപ്പനാശാനെ, എന്താണ് പണിയൊക്കെ എങ്ങനെ പോകുന്നു? അയ്യോ, പണി താണ്ട് ഇങ്ങനാ പോകുന്നത്. അതെ ശ്രുത,
എന്തൊക്കെ കഥകളാ. എന്താണ്? അവസാനം പവനായി ശവമായി. അതെന്തു പറ്റി? പോയില്ലേ? ഓ അങ്ങനെ.